അലീന മനുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വന്ന് കാണും. അപ്പം തിരിച്ചു വന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ അലീന. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തായി കാര്യങ്ങൾ, എവിടെ പോയതാന്ന് എനിക്ക് മോളെ, നിനക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയാ, ലൈഫ് ലോങ് ആയിട്ട് നിനക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. ലൈഫ് ലോങ്ങോ? എനിക്ക് മനസ്സിലാകുന്നില്ല അച്ഛാ. അല്ല മോളെ, അവിടെ ഒരു വലിയൊരു ബംഗ്ലാവാണ്. ബംഗ്ലാവിൽ കുറച്ച് പണിക്കാരുണ്ട്. ആ പണിക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് പട്ടി നോക്കാനും തോട്ടം നോക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ വീടൊക്കെ നോക്കാൻ വേണ്ടി ഒരാളെ വേണം. അതിനു വേണ്ടി തന്നെയാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയണം. അപ്പോൾ അച്ഛാ, ഇത്രയും വലിയ ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ആവശ്യത്തിന് എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും, അത് മോളെ വീട് നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അത് ആൾ നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിൽക്കാം. ഇത് ലൈഫ് ലോങ് എന്ന് പറയാം. ഇത് ലൈഫ് ലോങ് ഇതെന്നെ ഇൻഷുറൻസ് ആണോ എന്ന് ചോദിക്കുക. അതുപോലെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. മോക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതെന്താ അങ്ങനെ അതങ്ങനെയാണ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയണം, അച്ഛാ എന്താണ് കാപ്പി കുടിക്കാൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശരി നീ ഇങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞ് അപ്പോൾ നേരെ അലീനെ താഴോട്ട് വിളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാപ്പി കുടിക്കാൻ പോയിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു. അപ്പോൾ അതിനു മുമ്പേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും കൂടി ചേർന്ന്, അത് കൃഷ്ണയും ബബിതയും എല്ലാവരും കൂടി ചേർന്നാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, മോളെ ഞാൻ പോകാൻ ടൈമായെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഇവിടുന്ന് അച്ഛൻ പോയത് എനിക്കൊരു സ്ഥലം തേടിയാണ് പോയത്. എനിക്ക് ജോലി റെഡിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛനെ നോക്കേണ്ട നിങ്ങളാണ്. അച്ഛൻ കഴിക്കാൻ നേരത്തും എല്ലാം ഒരുമിച്ച് നിൽക്കണം. ഏത് കാര്യത്തിനുള്ള അച്ഛൻ്റെ കൂടെ നിൽക്കണം. അച്ഛൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂട്ടായിട്ട് നിൽക്കണം. അച്ഛനെ വിഷമിപ്പിക്കരുത്. ആരും അമ്മ സപ്പോർട്ടില്ലെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ കൂടെ നിൽക്കണം. എല്ലാം വെച്ച് പറയും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നൊക്കെ പറയണം. ശരി ചേച്ചി എന്നൊക്കെ പറയണം. എന്നിട്ട് ഫുഡ് കഴിക്കാൻ നിന്നപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അച്ഛാ കാര്യങ്ങൾ? അതെ, അലീനയ്ക്കൊരു വീട് സെറ്റാക്കിയിട്ട് വന്നാണ് ജോലിക്ക് പോയി നിൽക്കാൻ വേണ്ടി. അച്ഛാ എന്താ അച്ഛാ? കൃഷ്ണമോള് പറഞ്ഞ, അച്ഛൻ ലൈഫ് ലോങ് ചേച്ചി ഇവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്ന് നോക്കിക്കോളാം, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ചേച്ചിയായിട്ട് ഇവിടെ നിൽക്കട്ടെ. അത് പറ്റത്തില്ല, അവളവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് വിഷയമില്ലല്ലോ. അവൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളല്ലേ, പോകണം എപ്പോഴെപ്പോഴും പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളല്ലേ. ഞാൻ എന്നാ പറഞ്ഞേക്കുന്നത്, പോകാൻ എന്നാ പറഞ്ഞേക്കുന്നത്? അവൾ പറഞ്ഞുകൊണ്ടല്ലേ ഇതിപ്പോൾ അന്വേഷിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും അലീന പറയാം, അല്ലച്ച പോയേ പറ്റൂ, കാരണം ഇവിടെ എത്ര നാളാണ് നിൽക്കുന്നത്, ഞാൻ കാരണം ഒരുപാട് വിഷയങ്ങളുണ്ടായി, ഇതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും നീ കാര്യമാക്കണ്ട, നിനക്ക് പോകാൻ സമ്മതമാണെങ്കിൽ പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നീ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ബബിത പറയുക, ചേച്ചി എന്തിനാ പോകുന്നത്, ചേച്ചി ഇവിടെ നിൽക്കുക, കാരണം ചേച്ചിക്ക് പിന്നെ സിമ്പിളായിട്ട് ഇതൊക്കെ പറയാം. ചേച്ചി പോയി കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ചേച്ചിക്ക് പോയി കഴിഞ്ഞാൽ പോയിടത്തും അവിടെ കൊണ്ട് പൊരുത്തപ്പെട്ടു പോകാൻ ചേച്ചിയെ കൊണ്ട് പറ്റും. പക്ഷെ ഞങ്ങൾ അവിടെ വരാത്തതുകൊണ്ടോ അവിടെ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ചേച്ചി അതെന്താ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കണം. ഇല്ല മോളെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ശരിയാകും എന്നൊക്കെ പറയാണ്. അപ്പം എന്താണെങ്കിലും ചേച്ചിയുടെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ, ചേച്ചി അതിൽ ഉറച്ച് നിൽക്കുന്നു. അപ്പം രോഹിതും പറയുന്നുണ്ട്, അല്ല ചേച്ചി പോകണ്ട, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, പോയേ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, അവളെ തടയണ്ട, അവളുടെ രീതിയിൽ നിൽക്കട്ടെ, അവളവിടെ രീതിയിൽ പോകാൻ നിൽക്കുമല്ലേ, അപ്പോൾ അവൾ പോകാൻ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇതെല്ലാം പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കണം. ആ സമയത്താണ് നമ്മുടെ മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായാലും അലീന കാര്യങ്ങളെല്ലാം അങ്കിൾ എവിടെ പോയതാ ചോദിച്ചു. അങ്കിളെ, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി പോയതാ, ഒരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയതാ. ആ ജോലി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വലിയൊരു വീടാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്, മാത്രമല്ല ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ആണോ, ശരി ആയിക്കോട്ടെ, അപ്പം നീ പോകാൻ തീരുമാനിച്ചോന്ന് വെച്ചു. പോകാൻ തീരുമാനിച്ചേട്ടാ മനുവേട്ട, പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്താ മനുവേട്ട പറഞ്ഞു വന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. നീ പോയി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ മനുവേട്ട, പോയല്ലേ പറ്റൂ, എനിക്കും ഇങ്ങനെ ഇവിടുന്ന് പോകണമെന്ന് താല്പര്യമൊന്നുമില്ല, പക്ഷേ പോയല്ലേ പറ്റൂ, എത്ര നാളോ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്, അത് ഞാൻ കാരണം കൊണ്ട് ഇവിടുത്തെ മേഡം പോലും ഇവിടെ വരാണ്ടിരിക്കുന്ന, ഈ അമ്മയും മക്കളൊന്നും ഒരുമിച്ച് ജീവിക്കാതിരിക്കുക, എല്ലാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഞാൻ അങ്ങോട്ട് മാറി നിന്നേ പറ്റൂ എന്നൊക്കെ പറയാണ്. ഉടനെ
മനു പറയുക നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവള് പറയുന്നുണ്ട് ഒരു ലൈഫ് ലോങ് സെറ്റിൽമെൻ്റ് എന്നാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ അവിടെ കാണും, അല്ലെങ്കിൽ ലൈഫ് ലോങ് അവിടെ കാണും. പിന്നെ നിങ്ങൾക്ക് ചേട്ടനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വന്ന് കാണാം, ഞാനും ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാമെന്നൊക്കെ പറയുന്നത്. അത് ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ അവിടെ ഉണ്ടല്ലോ, ഗംഗാധരനോട് പറയുന്നുണ്ട്, ഗംഗാധരൻ്റെ അടുത്ത് മനു എന്ന് പറഞ്ഞ അങ്കിളെ അല്ല അങ്കിള് ബാലചന്ദ്രൻ അങ്കിൾ വന്നിട്ടുണ്ട്, വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എന്തോ ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റ് പോലെ അവളെ എവിടെ ഒരു ജോലിക്ക് റെഡിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് എന്താ അവൾ പോകാറായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ആൻറ്റിയെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുവിടുന്നതിന് വിഷമമൊന്നും ഉണ്ടാകത്തില്ല, ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റ്, അപ്പോൾ ഗംഗാധരൻ ലൈഫ് ലോങ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അത് അവൻ പോയേക്കുന്നത് ബാലൻ പോയേക്കുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്താണ്. ലൈഫ് ലോങ് സെറ്റിൽമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കാര്യം എന്ന് പറയുന്നു. ആണോ, അത് ഉറപ്പാണോ ചോദിക്കുക. അതിൻ്റെ ഉറപ്പ് തന്നെയാണ് എന്ന് പറയണം. ഉടനെ പറയണം, അയ്യോ അത് ഉടനെ ശിവശങ്കർ അതാ ചേട്ടാ അങ്ങനെയാണെങ്കിൽ അത് വിഷയമാകുമല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷയമാകും. അവൻ അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ പുകിലുണ്ടാകും. പുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിവിടെ വന്ന് വൈജയന്തിയെ കണ്ടാലോ, അപ്പം വൈജയന്തിയെ കാണുമ്പോഴത്തേക്ക് തന്നെ എന്തിനാ അവനിവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചില തൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നെന്ന് അപ്പം അലീന തൻ്റെ മകളെന്ന് തിരിച്ചറിയും, എല്ലാം ചെയ്യും. അതാകെ പ്രശ്നമാകുമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രശ്നമാകും, ഇതെന്തെങ്കിലും തടഞ്ഞേ പറ്റുമോ, എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറയുകയാണ്. അപ്പം ദില്ലാൻ കോർത്തിണയ്ക്ക് ഒരു അടിപൊളി വിശേഷം ഇന്ന് നമുക്ക് വൈകിട്ട് കാണാൻ പറ്റുന്നത്. കാത്തിരി തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.